നിന്ന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അഥവാ മണ്ണിടിച്ചിലിന്റെ വിവരങ്ങൾ ക്യൂജസ് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. Display the details of a landslide incident that occurred in Idukki district using QGIS software and prepare a screenshot. എന്തൊക്കെയാ പറയുന്നത്? സൂചനകൾ അഥവാ ഹിൻസ് കൊടുത്തിട്ടുണ്ട്. എക്സാം ഡൺ ഡോക്യുമെന്റ്സിലുള്ള QGIS ഫോൾഡറിൽ idukki.qgs എന്ന ഫയൽ തുറക്കാം. ഓക്കെ, നമുക്ക് തുറക്കാം. ഓപ്പൺ ദ ഫയൽ idukki.qgs ഫ്രം ദ QGIS ഫോൾഡർ ഇൻ എക്സാം ഡൺ ഡോക്യുമെന്റ്സ്. ഓക്കെ, എക്സാം ഡൺ ഡോക്യുമെന്റ്സിലുള്ള QGIS ഫോൾഡറിലെ കേരള landslide.csv എന്ന ഫയൽ ലെയർ ആയി ഉൾപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതാണ് ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ആഡ് ദ ഫയൽ കേരള landslides.csv ഫ്രം ദ സെയിം ഫോൾഡർ ആസ് എ ലെയർ. ഓക്കെ, അത് ചെയ്യാം. എന്നിട്ട് എന്ത് വേണം? ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ അഥവാ മണ്ണിടിച്ചിലിന്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ലാൻഡ്സ്ലൈഡ് ഇൻസിഡന്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. Take a screenshot of full QGIS window and save it as register number _ landslide _ idk.png in the example products folder. ഓക്കെ, അത്രേ ചെയ്യാനുള്ളൂ. അതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പണിയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ എന്ത് വേണം? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു QGISന്റെ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓൾറെഡി നമുക്ക് idukki.qgs എന്ന് പറഞ്ഞൊരു ഫയൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഫയൽ നമ്മൾ QGISൽ ഓപ്പൺ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഒരു ഫയൽ നമുക്ക് ആ രീതിയിൽ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ നേരെ ഫയൽസിലേക്ക് പോവാണ്. ഫയൽസിലേക്ക് വരാം. ഫയൽസിലേക്ക് പോയിട്ട് ഇവിടെ എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡർ കാണാം. നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം 10 ഡോക്യുമെന്റ്സിലെ QGIS എന്ന ഫോൾഡറിലാണ് ഇടുക്കി ഉള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആ ഒരു എക്സാം 10 ഡോക്യുമെന്റ്സിലേക്ക് വരിക. അവിടെ QGIS എന്ന ഫോൾഡർ കാണാം, അത് ഓപ്പൺ ചെയ്യാം. ക്ലിയർ? അതിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം idukki.qgs ഉണ്ട്, കേരള landslides.csv എന്ന ഫയലുണ്ട്. CSV എന്ന ഫയൽ നമുക്ക് ഇപ്പോൾ വേണ്ട, അത് നമ്മൾ ഈ ഒരു ഫയലിലേക്ക് നമ്മൾ ലെയർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വേണ്ടത് QGIS എന്ന ഫയലാണ്. അത് QGISൽ റെഡിയാക്കിയിട്ടുള്ള ഒരു ഫയലാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അത് QGISലാണ് ഓപ്പൺ ആയി കിട്ടുന്നത്. നമുക്കിവിടെ ഇടുക്കി ഡിസ്ട്രിക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ചോദ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സാം 10 ഡോക്യുമെന്റ്സിലുള്ള QGIS ഫോൾഡറിലെ കേരള landslides.csv എന്ന ഫയൽ ലെയർ ആയി ഉൾപ്പെടുത്തുക. ആഡ് ദ ഫയൽ കേരള landslides.csv ഫ്രം ദ സെയിം ഫോൾഡർ ആസ് എ ലെയർ. അപ്പോൾ ഒരു CSV ഫയലിനെ എങ്ങനെയാണ് ലെയർ ആയിട്ട് കൊണ്ടുവരുന്നത്? ലെയർ ആയിട്ട് നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നേരെ ലെയറിലേക്ക് പോവാം. ലെയറിൻ്റെ അകത്ത് ക്രിയേറ്റ് ലെയറും ഉണ്ട്, ആഡ് ലെയറും ഉണ്ട്. അതിൽ ആഡ് ലെയർ ആണ് നമുക്ക് വേണ്ടത്. ലെയറിൽ ആഡ് ലെയറിന് നേരെ വന്നാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആഡ് ഡിലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ എന്ന് കാണാം. CSV ഫയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് ലെയറിൽ ആഡ് ഡിലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ, ഇതിൽ ചൂസ് ചെയ്യാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. ഈ വിൻഡോയിൽ ഇവിടെ ഫയൽ നെയിം എന്ന് കാണാലോ. ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്നാൽ ഒരു 3 ഡോട്ട് കാണാം, ബ്രൗസ്. ഈ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൾറെഡി ഇവിടെ ഫയൽ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, എന്നാലും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ കാണിച്ചു തരാം. നേരെ ഹോമിലേക്ക് വരിക. ഹോമിലെ എക്സാം 10 ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. അതിൻ്റെ അകത്ത് QGIS എന്ന ഫോൾഡറിലേക്ക് വരിക. അവിടെ നമുക്ക് CSV ഫയൽ കാണാം. അതൊന്നൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് ആ പാത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ? ഇതിൽ വേറെ കാര്യങ്ങളൊന്നും മാറ്റം വരുത്തുന്നില്ല. ഇതേ കാര്യം തന്നെ ഇതേപോലെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇതേ രീതിയിൽ തന്നെ ചെയ്യുന്നു. താഴെ ആഡ് ബട്ടൺ ഉണ്ട്, ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ കാണാൻ പറ്റും കേരള ലാൻഡ്സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ലെയർ വന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്തു. ഇപ്പൊ ഇവിടെയായിട്ട് കുറേ സ്ഥലത്ത് ചെറിയ ഡോട്ടുകൾ കാണാൻ പറ്റും. അതായത് ലാൻഡ്സ്ലൈഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണത്. ഓക്കെ, നമ്മളോട് ചോദ്യത്തിൽ എന്താ പറയുന്നത്? ചോദ്യം കൃത്യമായിട്ട് നോക്കുക. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ലാൻഡ്സ്ലൈഡ് ഇൻസിഡന്റ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ സംഭവിച്ചിട്ടുള്ള ലാൻഡ്സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ അഥവാ മണ്ണിടിച്ചിലിന്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഡോട്ടിൽ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നാൽ ഡയറക്റ്റ് ഇങ്ങനെ പോയി ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇവിടെ കാണുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ ഐഡന്റിഫൈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചിത്രം മാത്രം തന്നിട്ട് ഇവിടെ ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രം തന്നിട്ട് ചിലപ്പോൾ ചോദ്യം ഇത് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ഫീച്ചേഴ്സ് അതിൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് നടന്നിട്ടുള്ള ഉരുൾപൊട്ടലിന്റെ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ ഈ രീതിയിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ ചോദ്യം ഉണ്ടാവും. അതായത് എനിക്കിപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള മണ്ണിടിച്ചിൽ മാത്രമേ കാണാൻ പറ്റൂ. എന്നാൽ അങ്ങനെയല്ല, ഈ ലെയറിലുള്ള എല്ലാ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാണിക്കൽ എന്ത് ചെയ്യണം? അങ്ങനെ ചോദ്യം ഉണ്ടെങ്കിൽ ഇത്ര ചെയ്താൽ മതി. എല്ലാം കാണിക്കുക. ആ ലെയറിലുള്ള മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ ലെയറിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആട്രിബ്യൂട്ട് ടാബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്പൺ ആട്രിബ്യൂട്ട് ടാബിൾ. അപ്പോൾ നമുക്ക് അത് മുഴുവൻ ഡീറ്റെയിൽസും ആ ലെയറിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതേപോലെ ടേബിൾ രൂപത്തിൽ കാണാം. ഇപ്പോൾ ഇതൊന്നുമല്ല നമ്മളോട് പറഞ്ഞത്, നമ്മളോട് ഒരു സ്ഥലത്ത് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ടൈറ്റിൽ, അതേപോലെ ഡിസ്ക്രിപ്ഷൻ, നടന്നിട്ടുള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇനി എന്താ വേണ്ടത്? സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാനാണ് പറയുന്നത്. ചോദ്യം നോക്കുക. QGIS സോഫ്റ്റ്വെയറിലെ ജാലകം മുഴുവനായി കിട്ടുന്ന വിധത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്ന വിധത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിലുള്ള പ്രിന്റ് സ്ക്രീൻ കീയിലെ ആ ഒരു കീ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രിന്റ് സ്ക്രീൻ എന്ന കീ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരും. ഇതിൽ സെലക്ഷനും ഉണ്ട്, സ്ക്രീനും ഉണ്ട്. സ്ക്രീന് മുഴുവനായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനാണ് കൊടുക്കേണ്ടത്. അതല്ല, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മതിയെങ്കിൽ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വേണ്ട ഭാഗം മാത്രം ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ചോദ്യത്തിൽ സ്ക്രീന് മുഴുവൻ എടുക്കാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നമുക്കിത് മുഴുവൻ ഇതേപോലെ സെലക്ട് ആയി കിട്ടും. ഇത്ര ചെയ്താൽ പോരാ, ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലേ നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഞാനിവിടെ ജസ്റ്റ് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കഴിഞ്ഞു, സ്ക്രീൻഷോട്ട് ക്യാപ്ചേർഡ്. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് ഈ ഒരു ഫയൽ വേണ്ടതെന്ന് ഞാൻ ക്ലോസ് ചെയ്യുന്നതാണ്. സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ക്ലോസ് വിത്തൗട്ട് സേവിങ് കൊടുത്താൽ മതി. കാരണം നമ്മളോട് ആ ഫയൽ ഒന്നും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മളോട് എന്തേ പറഞ്ഞുള്ളൂ, ആ സ്ക്രീൻഷോട്ട് മാത്രമാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ആ സ്ക്രീൻഷോട്ടിനെ നമുക്ക് എന്ത് വേണം? Exam 10 Products എന്ന ഫോൾഡറിലേക്കാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എവിടെ ഉണ്ടാവുക? സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നത് പിക്ചേഴ്സ് എന്ന ഫോൾഡറിലാണ്. അപ്പോൾ ആ ഫോൾഡറിലേക്ക് വരാം. ഫയൽസിലേക്ക് വരാം. ഫയൽസിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽസിൽ പിക്ചേഴ്സ് എടുക്കുക. പിക്ചേഴ്സിനകത്ത് സ്ക്രീൻഷോട്ട്സ് എന്ന് കാണാൻ പറ്റും. ഈ സ്ക്രീൻഷോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ആ സ്ക്രീൻഷോട്ട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും താഴെ, ഇത് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങൾ എടുത്ത സ്ക്രീൻഷോട്ട് കാണാം. ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് ഇടണം. അതുകൊണ്ട് ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കട്ട് കൊടുക്കുക. കോപ്പി ഉണ്ട്, കട്ട് ഉണ്ട്, രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ടാവും, നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ഫോൾഡറിലും ഉണ്ടാവും. കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വരും. അതായത് ഇവിടെ ഉണ്ടാവില്ല, നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഉണ്ടാവും. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പം ഞാനിവിടെ കട്ട് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് കട്ട് കൊടുത്തു. ഇനി നേരെ ഹോമിലേക്ക് വരിക. ഹോമിൽ Exam 10 Products എന്ന ഫോൾഡർ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അതിൽ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത്, ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കണം. പേര് മാറ്റാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കുക. റൈറ്റ് ക്ലിക്ക്, റീനെയിം. എന്താ പേര് കൊടുക്കണ്ടേ? ചോദ്യത്തിൽ പറയുന്നുണ്ട് രജിസ്റ്റർ നമ്പർ _landslide_IDK. അതേപോലെ നമുക്ക് കൊടുക്കാം. രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് കൃത്യമായിട്ട് കൊടുക്കുക. അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് landslide_IDK എന്ന് ടൈപ്പ് ചെയ്യാം. കൃത്യമായിട്ട് പേര് ഇതേപോലെ കൊടുക്കുക. .png എന്ന എക്സ്റ്റൻഷനും അതേപോലെ തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? റീനെയിം ബട്ടൺ പ്രസ് ചെയ്യാം. കഴിഞ്ഞു. കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഞാനിത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ആ ലാൻഡ്സ്ലൈഡുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇത്രയല്ലേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ 7 മാർക്ക് കിട്ടും.